രേണുസുതിയെ പറ്റി പറയുമ്പോഴത്തേക്കും എനിക്ക് വരുന്ന മിക്കവാറും കമൻസിൽ നിങ്ങൾ ചിലവിന് കൊടുക്കുന്നൊരു കമൻറ്റ് വരും. പിന്നെ അതിൻ്റെ കൂടെ വരും അവരവരുടെ ജീവിതം ജീവിക്കാൻ വിടൂ എന്ന കമൻറ്റ് വരും. പിന്നെ വരുന്ന എന്തെന്ന് പറഞ്ഞാൽ ഒരു വിധവ പിന്നെ എങ്ങനെയായിരിക്കണം എന്നുള്ളതൊക്കെയാണ്. അവരെ പറ്റി വീണ്ടും റിപ്പീറ്റഡ്ലി പറയേണ്ടി വരുന്നത് ഇപ്പോൾ കുറേ യൂട്യൂബേഴ്സ് അവരുടെ പിന്നാലെ തന്നെയാണ്. അവരെന്ത് പറഞ്ഞാലും യെസ് പറഞ്ഞാലും നോ പറഞ്ഞാലും അവരുടെ തൊട്ട് പിറകെയാണ്. ഇത് മുൻപേനെ ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ്. രേണുസുതി ശരിക്കും ഒരു ആക്ട്രസ്സാണ്, നന്നായിട്ട് അഭിനയിക്കാൻ അറിയുന്ന ഒരാളാണ്. രേണുസുതി മുൻപ് സുധിക്കൊപ്പം വന്ന് ഒരു പ്രോഗ്രാം പാർട്ടിസിപ്പേറ്റ് ചെയ്ത ശേഷം സുധിയുടെ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ പോകുമ്പോൾ അതിനകത്ത് വരുന്ന ഡിപ്രഷൻ്റെ നാടകമൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അതായത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ ചെറുക്കനിക്ക് ഒരു സമാധാനം കൊടുത്ത സ്ത്രീയല്ല എന്ന് ഏകദേശം അതിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാവാം. ഡിപ്രഷൻ ടാബ്ലറ്റും ഒക്കെ കഴിച്ചിരുന്ന ഒരു സ്ത്രീക്ക് പെട്ടെന്ന് തന്നെ ഒരു മാറ്റമുണ്ടാകുന്നു, ഭയങ്കരമായി ഉയർത്തെഴുന്നേക്കുന്നു ഭർത്താവ് മരണപ്പെട്ടതിൻ്റെ പേരിൽ. അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരാം. രേണുസുതി ഇപ്പോൾ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് സത്യം ഇതൊരു ഷോക്കിംഗ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഭയങ്കരമായിട്ട് അന്തം വിട്ടുപോയി സ്ത്രീ എന്തായി പറയുന്നതെന്ന്. അപ്പോൾ ഇതിനകത്ത് വരികൾക്കിടയിൽ വായിച്ചതാണോ എന്നൊരു സംശയം തോന്നിയിട്ട് ഞാൻ റിപ്പീറ്റഡ്ലി അത് മുഴുക്കിരുന്ന് കണ്ടു. പക്ഷെ അങ്ങനെയൊന്നുമല്ല. അവർ സത്യം പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ അവരുടെ ആ ഫേസിൽ ആ ഫേസ് എക്സ്പ്രഷനിൽ അത് കൃത്യമായിട്ടുണ്ട്. ആ സ്ത്രീക്ക് പരമ പുച്ഛമായിട്ടുണ്ട് ഇപ്പോൾ സുധി എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് രണ്ട് സ്ഥലത്താണ് ഞാൻ ഇവരുടെ ഈ ഒരു വർത്തമാനം ശ്രദ്ധിച്ചത്. ഒന്ന് അതൊന്ന് കേൾക്കാം. സുചേട്ടൻ മരിച്ചു പോയതല്ലേ, പിന്നെ അങ്ങനെ സുധിയുടെ തണല് ജീവിക്കുന്നത് അതല്ലേ പറഞ്ഞ. സുചേട്ടൻ മരിച്ചുപോയി, ഇതുവരെ തണലിലായിരുന്നു. മരിച്ചുപോയ ആളുടെ തണല് ജീവിക്കാന്ന് പറഞ്ഞാൽ അതൊരു രേണുവിന് സ്വന്തം അഡ്രസ്സ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ രേണു എന്നുള്ള ഒരാളുണ്ടായിരുന്നു, അഡ്രസ്സും ഉണ്ടായിരുന്നു. പിന്നെ ഭർത്താവിന്റെ പേര് വെച്ചിട്ടല്ലാതെ വേറെ പേരിൽ അറിയപ്പെടാൻ പറ്റത്തില്ല. പിന്നെ സുധിച്ചേട്ടനെ വിറ്റ് കാശാക്കുന്നു എന്ന് പറയുന്നത് എവിടെ ചെന്ന് വിൽക്കാനാ ഞാൻ? എനിക്ക് ഇൻസ്റ്റയിൽ ഫേസ്ബുക്കിൽ നിന്ന് ഒരു വരുമാനവും കിട്ടുന്നില്ല. എൻ്റെ ഭർത്താവിൻ്റെ ഫോട്ടോ ഞാൻ ഇടും ഇതൊട്ടൊരിക്കലും മാറ്റത്തില്ല. അത് എൻ്റെ ഇഷ്ടമാണ്. എൻ്റെ ഭർത്താവിൻ്റെ ഫോട്ടോ ഇടണോ? സുധി മാറ്റുന്നില്ല. കൊടുത്തൊരു ഇന്റർവ്യൂവിലാണ് പുള്ളിക്കാരത്തി ഇത് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഈ സെയിം സ്പ്രേയുടെ കാര്യം ആരോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ട് ആളുകൾ ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണു എന്നൊരു വ്യക്തിക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ തനിയെ സിനിമയിൽ അഭിനയിക്കാനോ മറ്റോ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ല രീതിയിൽ അക്സെപ്റ്റൻസ് കിട്ടും, അവർക്ക് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവും. അതൊരു ഭയങ്കര സംഭവമൊന്നുമല്ല. പക്ഷേ ഇപ്പോൾ രേണുവിന് കിട്ടുന്ന എല്ലാ ഫെസിലിറ്റീസും അല്ലെങ്കിൽ എല്ലാ രീതിയിലുള്ള അക്സെപ്റ്റൻസും സുധിയുടെ പേരിനൊപ്പം ചേർന്നിട്ടാണ്. മാത്രവുമല്ല സുധിയുടെ പെർഫ്യൂം, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ പ്രഹസനങ്ങൾ, അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ചധികം വ്യൂസ്, അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേയധികം ന്യൂസ് ഒക്കെ തന്നെയാണ് രേണുവിനെ ഇന്നത്തെ ഒരു ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള ആളുകളുണ്ടാകും. ഒന്ന്, പൂർണ്ണമായും നമ്മൾ പറയുന്നതിന് ഉൾക്കൊണ്ടുകൊണ്ടും നമ്മൾ പറയുന്ന കള്ളത്തരങ്ങൾ കേട്ട് വിശ്വസിക്കുന്ന ഒരു വിഭാഗം. ഒന്ന്, നമ്മുടെ കള്ളത്തരങ്ങൾ എക്സാക്ട്ലി എന്താണെന്ന് കണ്ടുപിടിച്ച് ഫേസ് സൈക്കോളജി ഉപയോഗിച്ച് തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ബീഭത്സ രൂപം പുറത്തേക്ക് ഇടാൻ കഴിയുന്ന ഒരു വിഭാഗമുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് രണ്ടാമത്തെ വിഭാഗത്തിനെയാണെന്നുണ്ടെങ്കിൽ അത് ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് തന്നെ ആയിരിക്കണം സോഷ്യൽ മീഡിയയിലേക്ക് വരിക. അല്ല എങ്കിൽ പ്യുവറായി നന്നായി നിലനിൽക്കുക. കള്ളത്തരത്തിൻ്റെ ഒരു അംശമുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് വരാതിരിക്കുക. കാരണം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ കള്ളത്തം പിടിപ്പെടും. അതാണ് രീതി, അങ്ങനെയേ സംഭവിക്കാറുള്ളൂ സാധാരണഗതിയിൽ. ഇതിനകത്ത് രേണുസുതി പറയുന്ന ഒരു കാര്യമുണ്ട്. രേണു എന്നൊരാൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ലേ എന്നാണ് സുധിയുടെ പേര് പറയുന്നത്. സുധി എന്ന് പറയുന്ന ഒരു ഭാരമായി ഇപ്പം എന്തുകൊണ്ട് രേണുവിന് തോന്നുന്നു? ഇതുവരെ തോന്നാത്തൊരു കാര്യം, പെട്ടെന്ന് എങ്ങനെ സുധി എന്ന വ്യക്തി രേണുവിന് ഭാരമായി എന്നുള്ളതാണ് ചോദ്യം. ഇനി ഇതൊരു വിധവയ്ക്ക് പിറകെ പോവുകയാണ്, അല്ലെങ്കിൽ വിധവയെ ആക്രമിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പലരും വരും. ആണുങ്ങളൊക്കെ പറയുന്നു, പിന്നെ നിങ്ങളും പറയുന്നു നിങ്ങളൊരു സ്ത്രീയല്ലേ എന്നൊരു ചോദ്യം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് വരും. ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. തീർച്ചയായിട്ടും അതെ. മീന എന്ന് പറയുന്ന നടിയുടെ ഭർത്താവ് മരണപ്പെട്ടു, അറിയാലോ. ഈ റീസെൻ്റ്ലിയാണ്, എന്തോ ഒരു ചെറിയ ഇൻഫെക്ഷൻ മൂലമാണ്, പ്രത്യേകിച്ച് ഒരു അസുഖമൊന്നുമില്ല, പെട്ടെന്ന് അവർക്ക് അങ്ങേക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ആൾ മരണപ്പെടുകയാണ് ചെയ്തത്. ആ പുള്ളിക്കാരി ഭർത്താവ് മരണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിൻ്റെ പേരും പറഞ്ഞ് എവിടെയെങ്കിലും വന്ന് സഹതാപത്തിൽ നിന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ദ വെരി നെക്സ്റ്റ് ഡേ പുള്ളിക്കാരി എന്ത് ചെയ്തു? പുറത്തേക്ക് ടൂറ് പോയി, അത്യാവശ്യം ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇറങ്ങി, നന്നായി. അപ്പോൾ നിങ്ങൾ പറയും ഇനി അവരുടെ സൗന്ദര്യം കൊണ്ടാണ്. ഒന്നുമല്ല. അല്ലെങ്കിൽ അവരുടെ ലെവൽ വേറെ, ഇതിൽ അങ്ങനെയൊന്നുമല്ല. വിവാഹം കഴിഞ്ഞ് നമ്മളൊരാളുടെ കൂടെ ജീവിച്ച് അയാൾ പെട്ടെന്ന് ആകസ്മികമായി മരണപ്പെട്ടു പോകുമ്പോൾ നമ്മൾ പകച്ച് പണ്ടാരടങ്ങുന്ന സ്വാഭാവികമാണ്. അതിൽ നിന്ന് പെൺകുട്ടികൾ ഓവർകം ചെയ്യണമെന്ന് പറയുന്ന ഒരു വിധവ തന്നെയാണ് ഞാൻ. എനിക്കുമുണ്ട് വൈദവ്യം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ അത് അയാളുടെ പേരിലാണെങ്കിൽ, നിങ്ങൾ മറ്റുള്ളവരുടെ പേരിൽ അറിയപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ അയാളൊരു ബാധ്യതയാണെന്ന് പറയരുത്. ദ വെരി ബിഗിനിങ്ങിനെ നിങ്ങൾ നിങ്ങളുടെ കേപ്പബിലിറ്റി കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആരും നിങ്ങളെ നീക്കി നിർത്തത്തില്ല. അതേസമയം മറ്റൊരാളുടെ പേര് നമ്മൾ അറിയപ്പെട്ട് കഴിഞ്ഞാൽ
ആ ഒരു നന്ദി അയാളോട് ഉണ്ടായിരിക്കണം. ഭർത്താവാണെന്നത് പോട്ടെ, ആ ഒരു വ്യക്തിയുടെ പേരിലാണ് രേണു അറിയപ്പെട്ടത്. എന്നിട്ടോ രേണു ആ സിമ്പതി വെച്ചാണ് ചാനൽ ഉണ്ടാക്കുന്നത്, ആ സിമ്പതി വെച്ചാണ് ഇപ്പോൾ ഉള്ള എല്ലാ ഇതും കിട്ടിയിട്ടുള്ളത്, വീടുൾപ്പെടെ കിട്ടിയത്. എന്നിട്ടും ആ പയ്യന് നാണക്കേടുണ്ടാക്കുന്ന രീതിയിൽ അവൻ്റെ അമ്മയെക്കുറിച്ചും അയാളുടെ എക്സ് വൈഫിനെ കുറിച്ചും, അതായത് സോഷ്യൽ മീഡിയയിൽ സുധി എന്ന വ്യക്തിയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് പിന്നെ കണ്ടത്. മരണപ്പെട്ടിരിക്കുന്ന സുധിക്ക് ഇത്രയധികം അവഹേളനം വാങ്ങിക്കൊടുത്ത ക്രെഡിറ്റും ഈ പറയുന്ന സ്ത്രീക്ക് തന്നെയാണ്. അപ്പോൾ പിന്നെ നമ്മൾ അവരെ പറ്റി പറയാതിരിക്കാൻ പറ്റുമോ? എല്ലാവരും പറയുന്നു, നമ്മളും പറയണമെന്നല്ല, തെളിവ് സഹിതമൊന്നും വെച്ച് ഞാൻ പറയുന്നില്ല. ഈ ഇടയ്ക്ക് എന്തോ ഒരു ലോട്ടറി കേസ് ഉണ്ടായിരുന്നു, അവനും അവളും കൂടെ ചേർന്നിട്ട്. എനിക്ക് ആ പയ്യനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായ ഒരു കാര്യം പറയട്ടെ. അവൻ അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ ഉണ്ട്, പക്ഷെ ആരും കാണുന്നില്ല, അറിയപ്പെടുന്നില്ല. അറിയപ്പെടാനുള്ള ഒരേ ഒരു ചാൻസ് ഇതാണ്. കൂടെ വേറൊരുത്തൻ അഭിനയിച്ചിരുന്നു, അവൻ്റെ പൊടി പോലും ഇല്ല ഇപ്പം കണ്ടുപിടിക്കാൻ. പക്ഷേ ഇവൻ്റെ കാര്യത്തിൽ അവർക്ക് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്തു. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ രേണു സുധിയുടെ ഫേസും അവളുടെ ഏജും കൂടെ ഇവനെ വെച്ച് ടാലി ചെയ്യുമ്പോൾ ചെറിയ പയ്യനാണ്, തീർച്ചയായിട്ടും കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാവും. അതിൽ നിന്നുകൊണ്ടൊരു അക്സെപ്റ്റൻസ് ആണ് ആ പയ്യൻ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് നെഗറ്റീവ് പബ്ലിസിറ്റി ഈസ് എ പബ്ലിസിറ്റി എന്ന് കേട്ടിട്ടില്ല, അതാണ് ഇവിടെ ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ആകെ മൊത്തത്തിൽ രേണു കാണിക്കുന്ന എല്ലാ തൊട്ടിത്തരത്തിനും നമുക്ക് സപ്പോർട്ട് ചെയ്യാനൊക്കത്തില്ല. രേണുവും ഗൾഫിലുള്ള ഒരു പെൺകുട്ടി എന്തോ ഒരു ബിഗ് ബോസ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾ ദിയ അച്ചു, അവരും തമ്മിലുള്ള ഒരു ക്ലാഷ് കണ്ടിരുന്നു. ഒരുപക്ഷെ ആ പെണ്ണിന് ഇത്രത്തോളം അർഹതയുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ അവൾ പറയുന്ന ചില കാര്യങ്ങൾ വളരെ ക്ലിയർ അല്ലേ. നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് റെസ്പെക്റ്റോടു കൂടി കണ്ട ഒരു വ്യക്തിയുടെ വിധവയായി പൊതുസമൂഹത്തിൽ എസ്റ്റാബ്ലിഷ് ആയ ഒരു സ്ത്രീ മറ്റാണുങ്ങളുമായി കൊഞ്ചിക്കൊഴഞ്ഞ് കൂത്താടി വാരിക്കൊടുത്ത് കുറേ കലകൾ കാണിക്കുമ്പോൾ അതിൽ കൂടെ നാണം കെടുന്നത് ഈ രേണു മാത്രമല്ല, സുധി എന്ന് പറയുന്ന ആ വ്യക്തിത്വമാണ്. അപ്പോൾ അയാൾക്കുള്ള എല്ലാ രീതിയിലുള്ള അയാളുടെ മര്യാദയും അയാളുടെ ആ ഒരു ജനസമ്മതിയും ഉപയോഗിച്ചുകൊണ്ട് മുൻപോട്ട് വന്നിട്ട് അയാളെ ഇകഴ്ത്തുന്ന രീതിയിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായും ഇവളെപ്പോലെ ഒരു വൃത്തികെട്ട ജന്മം വേറെ ഇല്ല എന്ന് പറയേണ്ടി വരും. രേണു കാണിക്കുന്നത് അട്ടർ നോൺസെൻസ് ആണ്. അതായത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത മേഖലകളിൽ കൂടെയൊക്കെ സഞ്ചരിക്കുകയാണ് ആ പെണ്ണ്. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു ലോട്ടറി കേസ് ഇവിടെ ഭയങ്കര പബ്ലിസിറ്റി നേടിയാണ്. രേണു അത് അറിഞ്ഞില്ല എന്ന് ഒരു വീഡിയോയിൽ പറയുന്നത് കണ്ടിരുന്നു. ഞാനതിവിടെ പബ്ലിഷ് ചെയ്യുന്നില്ല, പക്ഷേ അവനും അവളും പറഞ്ഞൊരു കാര്യം, ഞങ്ങളത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, സോഷ്യൽ മീഡിയ ഇത്രയും പ്രശ്നം നിൽക്കുന്നതെന്ന്. ഒരിക്കലുമില്ല, തെറ്റാണത്. സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരാൾക്ക്, എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമാണ് ആ ലോട്ടറി വിഷയം എടുക്കാതിരുന്നത്, ബാക്കി A-to-Z യൂട്യൂബേഴ്സിന് ചാകര കിട്ടിയതുപോലെയായിരുന്നു ആ ലോട്ടറി കേസ്, വീടിൻ്റെ കാര്യം പോലെ. എന്നിട്ടും പോയി അതിന് വേണ്ടിയിട്ട് ഒരു പബ്ലിഷ്മെൻറ്റ് കൊടുത്തതിൻ്റെ റീസൺ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയറിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. അത്രയും പ്രശ്നഭരിതമായി നിൽക്കുന്ന ഒരു ലോട്ടറി ഇഷ്യൂവിൽ അതേ സെയിം സാധനം ആ വീട്ടുകാരുടെ പോലും പെർമിഷൻ ഇല്ലാതെ ചെയ്തു എന്നാണ് ആ പയ്യൻ പറയുന്നത്. അതിൻ്റെ അർത്ഥം അങ്ങനെ അത് പബ്ലിക്കിൽ കൊണ്ടുവന്നിട്ടാൽ അത് എടുക്കും നെഗറ്റിവിറ്റി. ആ നെഗറ്റിവിറ്റിയാണ് ആ പെണ്ണ് സ്നേഹിക്കുന്നത്. നെഗറ്റിവിറ്റിക്ക് വേണ്ടിയിട്ടാണ് ആ പെണ്ണ് ഈ പേക്കൂത്തുകൾ അത്രയും കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവൾ റിപ്പീറ്റഡ്ലി ഈ ഒരു വൃത്തികേട് ഇങ്ങനെ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല എന്ന് പറയരുത്. ഇത് കേട്ടു നോക്കുക. നീയല്ല നിന്റെ തന്ത വിചാരിച്ചാലും രേണുസുതി നിർത്തത്തില്ല കേട്ടോ. ഒരുത്തം വന്ന് നിർത്തിക്കോളാം. എന്താണ് നിന്റെ തലേക്കറിയാണോ ഞാൻ ലൈവ് വരുന്നത്? നിന്റെ തലേക്കറിയാണോ ഞാൻ? അപ്പം ഇങ്ങനെ നോക്കും, നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഒരു സൈക്കോ പോലെ ആയിപ്പോ സന്തോഷമാണ് ഉള്ളിൽ നിന്ന് നമുക്ക് വരുന്നത്. ഓ, ഇത് നെഗറ്റീവ് ഇല്ലേ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അപ്പോഴാണ് അതിനകത്തൊരു കമന്റ്, വിദഗ്ധരൊന്നും വന്നില്ല. ഇതിലെന്താ പറയുന്നത്? ശരിയാണ്, സൈക്കോ ആയിട്ട് ഞാനിത് അന്വേഷിക്കും. ഒന്നുമല്ല, ആരോ ഇവളോട് പറഞ്ഞു കൊടുത്തു പോസിറ്റീവിനെക്കാളും നെഗറ്റിവിറ്റിക്കാണ് കൂടുതൽ അക്സെപ്റ്റൻസ്. മിക്കവാറും യൂട്യൂബേഴ്സൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണത്. നെഗറ്റിവിറ്റിയിൽ കൂടെ കൂടുതൽ റീച്ച്, കൂടുതൽ വരുമാനമാണ്. പക്ഷെ പൊട്ടിയാണ്, അറിയാത്തത് കൊണ്ടാണ് പറയുന്നത്. നെഗറ്റിവിറ്റി ഒരു മാസത്തേക്ക് നീണ്ടു നിൽക്കും, കൂടിപ്പോയൊരു 6 മാസം. അതിൻ്റെ മുകളിൽ പിന്നെ വെറും ചണ്ടിയായിട്ട് വലിച്ചെറിയപ്പെടും. അത് പല പെണ്ണുങ്ങളും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ മറ്റൊരു തൊഴിൽ സ്വീകരിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള ഈ പറയുന്ന സംഗതി, പാട്ട്, കൂത്ത്, അതൊക്കെ ഒന്നും കുഴപ്പമില്ല, അതൊക്കെ നല്ലത് തന്നെയാണ്, കുട്ടികളെ പോറ്റാനാണ്, ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് ക്രോസ് ചെയ്ത് നിങ്ങൾ പബ്ലിസിറ്റി തേടുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഇപ്പോഴും ഇവളുടെ സപ്പോർട്ടേഴ്സായിട്ട് ഇരിക്കുന്നവർക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ്. അവർ ഒരു ഇതിനകത്ത് അഭിനയിക്കുന്നതിനകത്തോ അല്ലെങ്കിൽ അവരിങ്ങനെ ഒരു പാട്ട് സീൻ ഒന്നും ആരും തകരാറ് പറയത്തില്ല. പക്ഷേ ബാക്ക് ടു ദ പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട് അവന് വാരി കൊടുക്കുന്നതും അവൻ്റെ മടിയിൽ കിടക്കുന്നതും അവൻ്റെ നെഞ്ചിലേക്ക് പോയി കെട്ടിപ്പിടിക്കുന്നതും കറക്കി എറിയുമ്പോൾ പേടിച്ചോടി വന്നവൻ്റെ നെഞ്ചിലേക്ക് വീഴുന്നതും ഒക്കെ വിഷ്വല് ചെയ്ത് പബ്ലിക്കിലിടുമ്പോൾ അത് വിലക്കാനുള്ള ഉത്തരവാദിത്തം അവൾക്കുണ്ട്. അങ്ങനെ ചെയ്യരുതെന്ന് പറയാനുള്ള ഉത്തരവാദിത്തം അവൾക്കുണ്ട്. അത് അവൾ അറിയാതെയാണെന്ന് നിങ്ങൾ വിശ്വസിക്കരുത്, അത് അവൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്.
അവളുടെ ഉദ്ദേശം ഇതിന് നെഗറ്റീവായി കൂടുതൽ ആളുകളിലേക്ക് എത്തുക. ആ ഒരു നെഗറ്റിവിറ്റി ബൂസ്റ്റപ്പ് ചെയ്ത് അതിൽ പടവെട്ടി വന്നവൾ എന്നൊരു പേര് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ സർക്കസ് അത്രയും കാണിക്കുന്നതെന്നാണ് മനസ്സിലായത്. എനിക്കിങ്ങനെയാണ് മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെതിരായിട്ട് സംസാരിക്കുന്നത്. രേണുസുതി ഷുഡ് ചേഞ്ച്. അവളുടെ ആറ്റിറ്റ്യൂഡ് ഈ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണം. ആ പയ്യൻ പോലും പ്രശ്നത്തിലാകും, അവൻ്റെ കുടുംബത്തിൽ പ്രശ്നമുണ്ടാകും എന്നുള്ളത് കണ്ടുകൊണ്ടാണ് പറയണത്. പിന്നെ നമുക്കൊക്കെ ഇതൊരു കണ്ടന്റ് മാത്രമാണ്, ഒരു ഇത്ര നേരത്തെ 10 മിനിറ്റ് വീഡിയോ, അതിനപ്പുറം നമ്മളിതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നില്ല. പക്ഷേ പൊതുജനങ്ങൾക്കിടയിൽ ഈ ഒരു സംഗതിയൊക്കെ കിടക്കും. ആ കുട്ടികൾ, 2 ആൺമക്കൾ, ആൺ പെൺ വ്യത്യാസമില്ല, മക്കൾക്ക് അപമാനകരമാകുന്ന കാര്യങ്ങൾ അമ്മമാർ, പ്രത്യേകിച്ച് വിഡോസ്, ചെയ്യാതിരിക്കുക. കാരണം മുൻപാണെങ്കിൽ അച്ഛനും കൂടെ ജീവിച്ചിരിക്കുന്ന, അമ്മയില്ലെങ്കിൽ അച്ഛൻ്റെ ഭാഗമെങ്കിലും നമുക്ക് പറയുന്നത്, അമ്മയും അച്ഛനും തുല്യമായി മാറുകയാണ് പാർട്ട്ണർ ഒരാൾ മരണപ്പെടുമ്പോൾ. അത് അമ്മയായാലും അച്ഛനായാലും ഭയങ്കര റെസ്പോൺസിബിലിറ്റിയാണ്, ഡബിളാണ് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി. ആ ഉത്തരവാദിത്തം മറന്നുകൊണ്ട് ഇത്തരം പോക്കൃത്തരങ്ങളിൽ ഇറങ്ങി നിൽക്കുന്നത് തെറ്റായ ഒരു നടപടിയാണ്. അയാളുടെ പേരുപയോഗിച്ച് വീടുണ്ടാക്കുക, അയാളുടെ ഫെയിം ഉപയോഗിച്ച് ഇത്രയധികം റീച്ച് ആവുക, അതിനുശേഷം അയാളെ അസംഖ്യപ്പെടുത്തുക, മോശപ്പെടുത്തുക, ആൻഡ് ദെൻ വീണ്ടും അയാളെപ്പറ്റി ഡീഗ്രേഡ് ചെയ്തുകൊണ്ടുള്ള സംസാരം. നിങ്ങളിത് എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നതെന്ന് വല്ല ബോധവുമുണ്ടോ? നിങ്ങൾക്കറിയില്ല നിങ്ങൾ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത്. വളരെ വൾഗറായി ആളുകൾക്കിടയിലേക്ക് നിങ്ങൾ ഇറങ്ങുകയാണ്. ആ വൾഗാരിറ്റി വെറുപ്പാകും. ആ വെറുപ്പ് നിങ്ങൾക്ക് തന്നെ ഭാവിയിൽ ദോഷം ചെയ്യും. ആ കുട്ടികളൊന്ന് തലയെടുക്കുന്നവരം വരെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൂടെ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ആൻഡ് കമൻറ്റ് എഴുതുന്ന അമ്മമാരോടും ചേച്ചിമാരോടും അനിയത്തിമാരോടുമാണ്, നിങ്ങൾ ദയവ് ഇത് മനസ്സിലാക്കുക. നമുക്കൊന്നും അവരോടൊരു വ്യക്തിവൈരാഗ്യമില്ല. കണ്ട കാര്യങ്ങൾ പറയുന്നു എന്നതിനപ്പുറം ആ സ്ത്രീയോട് യാതൊരു രീതിയിലുള്ള വ്യക്തിവൈരാഗ്യം എനിക്കില്ല. കണ്ടത് നമ്മൾ പറയും, മനസ്സിലായത് പറയും, അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക എന്നതിനപ്പുറം ആ സ്ത്രീയെ ബ്ലൈൻഡ്ലി വിശ്വസിക്കാതിരിക്കുക. അവൾ ഒരു വലിയ കള്ളിയാണ് എന്നുള്ളതാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്. താങ്ക് യു.